പനുജ പറഞ്ഞ തൈപ്പൊങ്കലിന്റെ വിശേഷം. അതെ അതെ, വിളവെടുപ്പ് ഉത്സവമാണ്. അപ്പോൾ അതൊരു 3-4 ദിവസത്തെ ആഘോഷമാണ് തമിഴ്നാട്ടിൽ. ഇത് ഇന്ന് മുതൽ തുടങ്ങി കന്നുകാലികൾക്കായുള്ള ആഘോഷം, അങ്ങനെ തൈപ്പൊങ്കൽ, മാട്ടുപ്പൊങ്കൽ, അങ്ങനെ പലതും ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള റിപ്പോർട്ടിലേക്കാണ്. കോലം വരച്ച് പൊങ്കൽ വെച്ചുള്ള ആഘോഷത്തിൽ കേരളത്തിലെ അതിർത്തി ഗ്രാമങ്ങളും പങ്കുചേർന്നു. പൊങ്കൽ ആഘോഷങ്ങൾക്ക് വീര്യം പകർന്ന് മധുരയിലെ ജല്ലിക്കെട്ട് മത്സരങ്ങൾക്കും തുടക്കമായി. നാല് ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷത്തിലെ പ്രധാന ദിവസമാണ് തൈപ്പൊങ്കൽ. തമിഴ് കലണ്ടർ പ്രകാരമുള്ള പുതുവർഷം. വീട്ടുമുറ്റത്ത് കോലം വരച്ച് പ്രത്യേകം തയ്യാറാക്കിയ അടുപ്പിൽ അലങ്കരിച്ച പുതിയ മൺപാത്രത്തിൽ പുന്നല്ലരി ഉപയോഗിച്ചാണ് പൊങ്കൽ വയ്ക്കുക. വിളവെടുപ്പുത്സവത്തിൽ കാർഷിക അഭിവൃദ്ധിക്കായാണ് പൊങ്കൽ വയ്ക്കുക. നാളെ കന്നുകാലികൾക്ക് വേണ്ടിയുള്ള മാട്ടുപ്പൊങ്കൽ, മറ്റന്നാൾ ബന്ധുക്കളെയൊക്കെ കണ്ട് ചുറ്റിക്കറങ്ങി ആഘോഷിക്കുന്ന കാണും പൊങ്കൽ. കേരളത്തിലെ അതിർത്തി ജില്ലകളിലും ആഘോഷം തകൃതിയായി നടക്കുന്നുണ്ട്. നമുക്ക് തമിഴ് കൾച്ചറുണ്ട്, മലയാള കൾച്ചർ. ഞങ്ങൾ പൊങ്കൽ ഏത് രീതിയിൽ ആഘോഷിക്കണോ അതേ രീതിയിൽ ഒരു കുറവും വരാതെ തന്നെയാണ് ഞങ്ങൾ ഓണവും വിഷുവും എല്ലാം ആഘോഷിക്കുന്നത്. പൊങ്കൽ ആഘോഷങ്ങൾക്ക് വീര്യം പകർന്ന് മധുരയിലെ ജല്ലിക്കെട്ട് മത്സരങ്ങൾക്കും തുടക്കമായി. സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന മത്സരത്തിൽ 1100 കാളകളും 900 പേരുമാണ് മത്സരിക്കുന്നത്. മുഹമ്മദ് റഹീസ്, 24, ചെന്നൈ. നമ്മളങ്ങനെ വലിയ പൊങ്കൽ ആഘോഷമൊക്കെ നടക്കുകയാണ്. എല്ലാ ആഘോഷങ്ങളും എല്ലാ ഉത്സവങ്ങളും ആഘോഷിക്കുന്ന മനോഹരമായ കാഴ്ചയാണ്. ഓണവും വിഷുവും ക്രിസ്മസും എല്ലാം അങ്ങനെ. ഈ ഒരു ഡിസംബർ ജനുവരി മാസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് ആഘോഷങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്ന ഒരു മാസമാണ് അല്ലെ. ക്രിസ്മസ് ഉണ്ടായിരുന്നു, ന്യൂ ഇയർ ഉണ്ടായിരുന്നു, ഇപ്പൊ ഇതാ പൊങ്കൽ വരുന്നു. ഇപ്പം അതിർത്തി ഗ്രാമങ്ങളിലൊക്കെ, കേരളത്തെ സംബന്ധിച്ചാണെങ്കിൽ അതിർത്തി ഗ്രാമങ്ങളിൽ മറ്റേ തമിഴരായിട്ടുള്ള എല്ലാവരും ലോകമെമ്പാടും പൊങ്കൽ ആഘോഷിക്കുന്നുണ്ട്. നമ്മുടെ ഈ മലയാളികൾ ഒരുപാട് പേര് വർഷങ്ങളായി അവിടെയുള്ളവരുണ്ട്. അവരെ സംബന്ധിച്ചാണിത്. എല്ലാ ആഘോഷങ്ങളും അവർക്ക് ഒരുപോലെയാണ്.